വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായിട്ട് ആദ്യം തിരുവൈരാണിക്കുളം temple.org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന വിർച്വൽ ക്യൂ എന്ന് പറഞ്ഞ ബാനറിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാണാൻ പറ്റും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫോം കാണാം. ആ ഫോമിൽ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പാസ്വേഡ്, ID ടൈപ്പ്, ID പ്രൂഫ് നമ്പർ, നമ്മുടെ വയസ്സ്, ഫോട്ടോ ഇത്രയും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അത്ര നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ നമ്പറിലേക്കും, അതായത് നമ്മളവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും ഒരു OTP വരും. ആ ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് OTP കാണാൻ പറ്റും. അല്ലെങ്കിൽ ഫോണിൽ വരുന്ന മെസ്സേജ് ഓപ്പൺ ചെയ്യുക. ആ OTP അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്ത് എവിടെയാണോ നമുക്ക് കൊടുക്കേണ്ടത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ അമക്കുക. വെരിഫൈ എന്നുള്ള ബട്ടൺ അമക്കിയതിന് ശേഷം നമുക്ക് ഒരു ലോഗിൻ വിൻഡോ കാണാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഫോൺ നമ്പർ, രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പറും നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡും ഇവിടെ കൊടുത്ത് സൈൻ ഇൻ എന്നുള്ള ബട്ടൺ അമർത്തുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ കുറേ ഡേറ്റ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഓൾറെഡി ഫില്ലായി നമുക്ക് താഴെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്നൊരു സമയം സെലക്ട് ചെയ്യുക. സമയം സെലക്ട് ചെയ്തിട്ട് വരുന്ന ആളുകളുടെ എണ്ണം സെലക്ട് ചെയ്യുക. അതും സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഒന്നിൽ കൂടുതൽ ആളാണെങ്കിൽ കൂടെ വരുന്ന ആളുകളുടെ പേരും ഫോൺ നമ്പറും ID പ്രൂഫ് നമ്പർ, വയസ്സ്, ഫോട്ടോ ഇത്ര അറ്റാച്ച് ചെയ്യണം. കൺഫേം ആൻഡ് ബുക്ക് വിർച്വൽ ക്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് അമക്കുക. അത് നമുക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മെസ്സേജ് കാണാൻ പറ്റും, വിർച്വൽ ക്യൂ ബുക്ക്ഡ് സക്സസ്ഫുള്ളി. ഇപ്പം നമുക്കിവിടെ ബുക്കിങ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബുക്കിങ്സ് എന്നുള്ള ബട്ടൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബുക്കിംഗ് കാണാൻ പറ്റും. അവിടെ നമുക്ക് കാണാം പേര്, ഫോൺ നമ്പർ, ലൈസൻസ്, അതായത് ID പ്രൂഫ് നമ്പർ, ഫോട്ടോ എല്ലാം കാണാം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ വിർച്വൽ ബുക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് പിന്നെ എപ്പോഴെങ്കിലും ആണ് നമ്മളൊരു ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ നമ്മളുടെ സൈറ്റിന് താഴെ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ബുക്കിങ്സ് എന്നൊരു ബട്ടൺ കാണാം ലെഫ്റ്റ് സൈഡിൽ. ബുക്കിങ്സ് എന്നുള്ളത് അമക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബുക്കിങ്സ് കാണാം. അവിടെ താഴേക്ക് നീങ്ങുമ്പോൾ നമുക്കൊരു ചുമന്ന കളറിലുള്ള ബട്ടൺ കാണാം, ക്യാൻസൽ ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ക്യാൻസൽ ബുക്കിംഗ് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിംഗ് അപ്പോൾ തന്നെ ക്യാൻസൽ ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് പുതിയ ബുക്കിംഗ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, OTP വെരിഫൈ ചെയ്തില്ലെങ്കിൽ നമുക്കിതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഒരേ ഫോൺ നമ്പറോ ഇമെയിൽ IDയോ വെച്ച് നമുക്കിത് രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല. താങ്ക് യു.